ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ ഇതിനോടകം നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5 ഹെഡ്സ് ഓഫ് ഇൻകമാണ്. അപ്പോൾ അതിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ആദ്യത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. ഈ ഹെഡിലെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹെഡ്സ് ഓഫ് ഇൻകം നമുക്കറിയാം, 5 ഹെഡ്സ് ഓഫ് ഇൻകമാണ്. അതിൽ ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി. സെക്ഷൻ 15 മുതൽ 17 വരെയുള്ള സെക്ഷനുകളിലാണ് ഇൻകം ഫ്രം സാലറിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദി ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഈ 5 ഹെഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ് ഇൻകം ഫ്രം സാലറി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ സെക്ഷൻ 15 മുതൽ 17 വരെയുള്ള സെക്ഷനുകളിലാണ് ഈ ഇൻകം ഫ്രം സാലറിയെ പറ്റിയിട്ട് മുഴുവനായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി എന്ന് പറയുമ്പോൾ എനി റെമുനറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമുനറേഷൻ. അപ്പോൾ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എന്ത് കൊടുത്തുവോ അതെല്ലാം ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിന് അണ്ടറിൽ വരും. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി റെമുനറേഷൻ പെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. അപ്പോൾ ഒരു എംപ്ലോയി അദ്ദേഹം ആ എംപ്ലോയർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സർവീസിന് പകരമായിട്ട് എംപ്ലോയർ എന്തെങ്കിലും ഒരു റെമുനറേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ബെനിഫിറ്റോ ഫെസിലിറ്റീസോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ സാലറിയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എന്ത് കൊടുത്താലും അത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. അപ്പോൾ അണ്ടർ സെക്ഷൻ 15 സാലറി ഇൻക്ലൂഡ്സ് ഫോളോയിങ്. ഏതൊക്കെയാണ് സാലറിയിൽ പെടുന്നത്? ഒരുപാട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സാലറിയിൽ പെടുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ, സാലറി ഡ്യൂ ഫ്രം എൻ എംപ്ലോയി ഓർ ഫോർമർ എംപ്ലോയർ ടു എൻ അസസി ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. അപ്പോൾ ഒരു എംപ്ലോയർ, അത് ഫോർമർ എംപ്ലോയർ ആവാം അല്ലെങ്കിൽ കറൻറ്റ് എംപ്ലോയർ ആവാം, ആ എംപ്ലോയറിൽ നിന്ന് സാലറി ഡ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അത് ഇൻകം ഫ്രം സാലറിൻ്റെ ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഓക്കെ, ഇനി സാലറി പെയ്ഡ് അലൗഡ് ടു ഹിം ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓൺ ഓർ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ത്രൂ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ ടു ഹിം. അതുപോലെ അരിയർ സാലറി എന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ കിട്ടേണ്ട സാലറിയാണ് അരിയർ സാലറി. അപ്പോൾ അരിയർ സാലറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അലോ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടൊക്കെ സാലറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങളിൽ കിട്ടേണ്ട സാലറി എന്ത് ചെയ്യും? ഇപ്പോൾ കിട്ടും. അതാണ് അരിയർ സാലറിയോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അരിയർ സാലറി പെയ്ഡ് ഓർ അലോഡ് ടു ഹിം ദി പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൽ അരിയർ സാലറി അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ on behalf of an employer or former employer if not charged to income tax for any earlier previous year. അപ്പോൾ മുൻ വർഷങ്ങളിൽ ആ സാലറിക്ക് ടാക്സ് കൊടുത്തിട്ടില്ല എങ്കിൽ അത്തരം സാലറികൾ അത്തരം അരിയർ സാലറി പ്രീവിയസ് ഇയറിൽ കിട്ടിക്കഴിഞ്ഞാൽ അതും സാലറി അണ്ടറിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സാലറീൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ സാലറി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻ ഓർഡർ ടു ട്രീറ്റ് ഇൻകം ആസ് എ സാലറി ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഒരു എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എനി റെമുനറേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ കനോട്ട് ബി ട്രീറ്റഡ് ആസ് സാലറി ഇൻകം. അപ്പോൾ ഒരു എംപ്ലോയറിന് അല്ലാത്ത ഒരു വ്യക്തിക്ക് എംപ്ലോയറിൽ നിന്നല്ലാതെ വേറെ വ്യക്തികളിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സാലറിൻ്റെ അണ്ടറിൽ പെടില്ല. സാലറിൻ്റെ അണ്ടറിൽ പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തതായിരിക്കണം. ഇനി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെമുനറേഷൻ റിസീവ്ഡ് ബൈ എ കോളേജ് പ്രൊഫസർ ഫ്രം ദി യൂണിവേഴ്സിറ്റി ഫോർ ദി വാല്യൂഷൻ ഓഫ് ആൻസർ പേപ്പർ ഇസ് നോട്ട് സാലറി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ വാല്യൂഷൻ നടത്തിയതിന് റെമുനറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സാലറിൻ്റെ അണ്ടറിൽ പെടില്ല. കാരണം യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഈ ഒരു എംപ്ലോയിയുടെ എംപ്ലോയർ അല്ല. ഇപ്പോൾ ഒരു കോളേജിൽ നിന്നാണ്, ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റാണ് ആ വാല്യൂഷന് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നാണ് കിട്ടിയതിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് സാലറിൻ്റെ അണ്ടറിൽ പെടും. പക്ഷേ ഇവിടെ
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അത് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ പെടില്ല, അതുകൊണ്ട് സാലറിയിലാവില്ല. ഓക്കെ, ബിക്കോസ് യൂണിവേഴ്സിറ്റി നോട്ട് ദ എംപ്ലോയർ ഓഫ് ദി കോളേജ് പ്രൊഫസർ. കോളേജ് പ്രൊഫസറിൻ്റെ എംപ്ലോയർ യൂണിവേഴ്സിറ്റി അല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി സാലറി റിസീവ്ഡ് ബൈ എൻ MLA ഓർ MP ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഓഫ് സാലറി. അപ്പോൾ ഒരു MLA MPക്കൊക്കെ കിട്ടുന്ന സാലറി അത് സാലറിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകില്ല. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആവുക. പക്ഷേ മിനിസ്റ്റേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുണ്ടാവില്ല, അവർക്ക് കിട്ടുന്ന സാലറി അത് ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഓക്കെ, മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അവരെ ഗവൺമെൻറ് ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് നിയമിച്ചതാണ്. അതുകൊണ്ട് അത് സാലറിയിൽ പെടും, മിനിസ്റ്റേഴ്സിൻ്റെ സാലറി. എന്നാൽ MLA MPക്ക് കിട്ടുന്ന സാലറി അത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകില്ല. ഓക്കെ, ഇനി സാലറി റിസീവ്ഡ് ബൈ MD ഓഫ് എ കമ്പനി കംസ് അണ്ടർ ദി ഹെഡ് ഓഫ് സാലറി. അപ്പോൾ ഒരു MDക്ക് കിട്ടുന്ന, മാനേജിങ് ഡയറക്ടർക്ക് കിട്ടുന്ന സാലറി, ഒരു കമ്പനിയിൽ മാനേജിങ് ഡയറക്ടർ കിട്ടുന്ന സാലറി അത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ബട്ട് സാലറി ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ണർക്ക് കിട്ടുന്ന സാലറി അത് എന്താവില്ല, ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകില്ല. ആ പാർട്ണറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാലറി ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആവാം. മനസ്സിലായോ? അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണർക്ക് എന്തെങ്കിലും സാലറി കിട്ടുന്നുണ്ട് എങ്കിൽ, അപ്പോൾ അവിടെ പാർട്ണർ തന്നെ ഒരു എംപ്ലോയറാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല, പാർട്ണർ തന്നെയാണ് എംപ്ലോയർ. അപ്പോൾ അതുകൊണ്ട് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് പാർട്ണറിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ആ സാലറി ടാക്സബിൾ ആവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് സാലറിയിൽ പറയുന്നത്. ഇനി അതേപോലെ തന്നെ പെൻഷൻ ഈസ് എ പാർട്ട് ഓഫ് സാലറി. നമുക്കറിയാം പെൻഷന് അത് നമ്മൾ സാലറി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ എന്താണ്, ഒരു പാർട്ട് ഓഫ് സാലറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ എംപ്ലോയി മേ റിസീവ് സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് രണ്ട് എംപ്ലോയറിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എംപ്ലോയറിൽ നിന്ന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ ആ രണ്ട് റെമ്യൂണറേഷനും സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഇനി സാലറി മസ്റ്റ് ബി റിയൽ നോട്ട് ഫിക്റ്റീഷ്യസ്. സാലറി എന്നുള്ളത് റിയൽ ആയിട്ട് അത് കിട്ടുക തന്നെ വേണം. എമൗണ്ട് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് സാലറി ഷുഡ് ബി റിയൽ സാലറി നോട്ട് ഫിക്റ്റീഷ്യസ് സാലറി. ദർ ഷുഡ് ബി ഇൻ ഇൻറ്റൻഷൻ ടു പേ ആൻഡ് റിസീവ് സാലറി. അപ്പോൾ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ വേണം, എംപ്ലോയി അത് റിസീവ് ചെയ്യുകയും വേണം. അപ്പോൾ അവിടെയാണ് അത് റിയൽ സാലറി ആവുള്ളൂ. അപ്പോൾ റിയൽ സാലറി ആയിരിക്കണം. ഇതൊക്കെയാണ് സാലറിയുടെ ഫീച്ചേഴ്സ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഓഫ് സാലറി. ഇപ്പോൾ സാലറിയിലെ കുറച്ച് എലമെൻറ്റ്സ് അതിൽ ഓരോന്നോരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ബേസിക് സാലറി അഥവാ ബേസിക് പേ. അപ്പോൾ ഒരു എംപ്ലോയിക്ക് എവരി എംപ്ലോയി മേ ഹാവ് എ സാലറി ഗ്രേഡ് ഓർ സ്കെയിൽ ഓഫ് പേ. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും ഒരു സാലറി ഗ്രേഡ് ഉണ്ടാകും അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ ഉണ്ടാകും. അപ്പോൾ അത് കൂടുതലും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു PSCയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോബിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ഹൈഫ് ഇട്ടിട്ട് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കുക, ഇഫ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ ദി ഗ്രേഡ് ഓഫ് 8,000 -200 -9,000 -400 -11,000 ഇങ്ങനെ തന്നിട്ടുണ്ടാകും. ഇതിനർത്ഥം ഇയാൾ ജോലിക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര കിട്ടുക, സാലറി 8,000 ആണ്. പിന്നീട് ഓരോ വർഷവും ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ടാകും. ഓരോ വർഷം ആനുവൽ ഇൻക്രിമെൻ്റ് എത്രയാണ്, 200 രൂപ. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ സാലറി 8,200 ആകും. ദെൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 200 കൂടും, 8,400 ആകും. അങ്ങനെ അത് കൂടിയിട്ട് 9,000 ആകുമ്പോൾ പിന്നെ 9,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം 400 രൂപയാണ് സാലറി ഇൻക്രിമെൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 400 ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9,000 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാലറി എത്ര കിട്ടുക, 9,400 കിട്ടുക. പിന്നെ 2 വർഷം വീണ്ടും ഒരു വർഷം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9,800 കിട്ടും. ഓക്കെ, അങ്ങനെ 11,000 വരെ 400 ആണ് ഇൻക്രിമെൻറ്റ് വരിക. അപ്പോൾ ഈ ഇൻക്രിമെൻ്റ് ആണ് ഇതിൻ്റെ ഇടയിൽ കാണിച്ചുള്ളത്, ഓരോ വർഷത്തെ ഇൻക്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ എന്താ പറഞ്ഞത്, 8,000
ആവും ഫസ്റ്റ് കിട്ടുക. പിന്നെ ഓരോ വർഷവും 200 രൂപ വെച്ച് ഇൻക്രിമെൻ്റ് ആവും. അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി 90,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻക്രിമെൻറ്റ് 400 രൂപയാണ്. ഓക്കെ, അതാണ് ഈ ഒരു ബേസിക് സാലറിയിലൊക്കെ കാണുന്നത്. നെക്സ്റ്റ് വൺ, അരിയേഴ്സ് ഓഫ് സാലറി. അരിയർ ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സാലറി റിസീവ്ഡ് വിച്ച് റിലേറ്റ് ടു ദ സം ഏർലിയർ ഇയേഴ്സ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് സാലറി ടാക്സിബിൾ ഇൻ ദ ഇയർ വിച്ച് ഇറ്റ് ഈസ് ട്രീറ്റഡ്. അപ്പോൾ മുൻപ് കിട്ടാനുള്ള സാലറി, അപ്പോൾ കൂടുതലും അതുണ്ടാവാം. അത് കിട്ടാത്ത സാലറി അല്ല ഈ അരിയർ സാലറി എന്ന് പറയുമ്പോൾ. സംഭവം കിട്ടാത്തതന്നെ ആണെങ്കിലും പക്ഷേ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. ആ ഗവൺമെൻറ് എംപ്ലോയിക്ക് സാലറിയിൽ ഇൻക്രിമെൻറ്റ് വരും ഇടയ്ക്കൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ മാറുമ്പോൾ ചിലപ്പോൾ പറയും മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടാണ് സ്കെയിൽ മാറിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കെയിൽ 2 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ആ സ്കെയിൽ അപ്ലിക്കബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുക്കിയ സ്കെയിൽ കഴിഞ്ഞ വർഷം മുതൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിക്ക് 2021-22 പ്രീവിയസ് ഇയറിൽ 8,000 രൂപയാണ് സാലറി എന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ മാസവും 8,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ 2022-23 ആയപ്പോൾ എന്ത് വന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, സാലറി എത്രയാക്കി, 1000 രൂപ ഇൻക്രിമെൻറ്റ് നടത്തി. പക്ഷേ 1000 രൂപ ഇൻക്രിമെൻറ്റ് നടത്തിയത് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടാണ്. അഥവാ ഈ 2021-22 തന്നെ 1000 രൂപ ഇൻക്രിമെൻറ്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2021-22 ആ എംപ്ലോയിക്ക് എത്ര കിട്ടണം, ഇനി ഓരോ മാസവും 1000 കിട്ടണം. 8,000 കിട്ടിയെടുത്ത് 9,000 കിട്ടേണ്ടതാണ് അല്ലേ. പക്ഷെ അത് ഇപ്പോഴാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 12 മാസത്തെ 1000 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 12,000 രൂപ അരിയർ സാലറി ഏത് വർഷമാണ് കിട്ടുക, 2022-23 കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഈ അരിയർ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ടൊക്കെ സാലറിയിൽ ഇൻക്രിമെൻറ്റ് വരുമ്പോൾ മുൻ വർഷങ്ങളിൽ കിട്ടാനുള്ള സാലറി അത് ഈ വർഷമാണ്. എപ്പോഴാണോ ഇൻക്രിമെൻറ്റ് നടപ്പിലാക്കിയ വർഷം ആ വർഷമാണ് പിന്നെ കിട്ടുക. അപ്പോൾ ആ കിട്ടുമ്പോൾ അത് ടാക്സിബിൾ ആകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അഡ്വാൻസ് സാലറി, അടുത്ത വർഷത്തെ സാലറി ഈ വർഷം മേടിക്കുകയാണെങ്കിൽ അത് ഈ വർഷം ടാക്സിബിൾ ആകും. ഏത് വർഷമാണ് അഡ്വാൻസ് സാലറി കിട്ടുന്നത് അത് എന്ത് ചെയ്യും, അപ്പോൾ ടാക്സിബിൾ ആകും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സാലറി. പിന്നെ വരുന്നത് ബോണസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എനി ബോണസ് റിസീവ്ഡ് ഫ്രം ദി എംപ്ലോയർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയേഴ്സ് പാർട്ട് ഓഫ് സാലറി. ബോണസും സാലറിൻ്റെ ഒരു ഭാഗമാണ്. കമ്മീഷനും സാലറിയുടെ ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ കമ്മീഷൻ അത് ഫിക്സ്ഡ് കമ്മീഷൻ ആവാം, അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ ബേസിൽ സെയിൽസ് ഇത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷൻ തരാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള കമ്മീഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന അലവൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സർട്ടൈൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലവൻസ് ഈസ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ റെഗുലർലി. അപ്പോൾ അതെന്ത് ചെയ്യും, റെഗുലറായിട്ട് പേ ചെയ്യും by the employer in addition to basic salary in order to meet personal and official expense of the employee. എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻസോ അല്ലെങ്കിൽ ഒഫീഷ്യൽ എക്സ്പെൻസോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറിക്ക് പുറമെ എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് റെഗുലറായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് അലവൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ HRA, ഹൗസ് റെൻറ്റ് അലവൻസ്. ഹൗസ് റെൻറ്റ്, ഒരു എംപ്ലോയി പുറത്ത് താമസിക്കുന്നുണ്ട്, അതിന് എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്, റെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എംപ്ലോയിയുടെ റെൻറ്റ് എന്ന എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ടുള്ള റെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ HRA ഹൗസ് റെൻറ്റ് അലവൻസ് കൊടുത്തു കഴിഞ്ഞാലും അതും സാലറീൻ്റെ അണ്ടറിൽ ടാക്സിബിൾ ആകും. ഇപ്പോൾ അലവൻസിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ അലവൻസ്, അത് എന്തിനാണ്, മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാവലിംഗ് അലവൻസ്, അത് ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. HRA ഹൗസ് റെൻറ്റ് അലവൻസ്, അത് ഹൗസ് റെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അലവൻസിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫുള്ളി ടാക്സിബിൾ അലവൻസ്. അത് മുഴുവനും ഈ ഫുള്ളി ടാക്സിബിൾ അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും സാലറിൻ്റെ കൂടെ ടാക്സിബിൾ ആകും. രണ്ടാമത്തത് അലവൻസ് എക്സംപ്റ്റ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. ആ ഒരു അലവൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ എക്സംപ്ഷനാണ്, ബാക്കിയുള്ള എമൗണ്ട് എന്താകും നമ്മൾ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യും, അത് ടാക്സിബിൾ ആകും. മൂന്നാമത്തത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഇങ്ങനെ കിട്ടുന്ന അലവൻസ് അത് മുഴുവനായിട്ടും എക്സംപ്റ്റഡ്, അതിന് ടാക്സ് കൊടുക്കേ വേണ്ട. ഓക്കെ,
ഇനി പെർക്വസിറ്റ് അതും സാലറിയിൽ പെട്ടത് തന്നെയാണ്. പെർക്വസിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കാഷ്വൽ എമോൾമെൻറ്റ്, ഒരു ബെനിഫിറ്റാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു എൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജ്. അപ്പോൾ സാലറിക്ക് പുറമെ എന്തെങ്കിലും ബെനിഫിറ്റായിട്ട് ഒരു എമോൾമെൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് പെർക്വസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റി ഗിവൺ ബൈ ദി എംപ്ലോയർ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി, ഇപ്പോൾ താമസിക്കാനൊരു വീട് കൊടുത്തു, അപ്പോൾ അതെന്താണ്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷനാണ് അല്ലേ. അപ്പോൾ അതിന് ആ ഒരു ഫെസിലിറ്റിക്ക് എത്രയാണോ വാല്യൂ വരുന്നത് അത് സാലറിൻ്റെ കൂടെ ടാക്സബിൾ ആകും. ഓക്കെ, അപ്പോൾ ഈ പെർക്വസിറ്റും നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പെർക്വസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസ്, എല്ലാവരുടെ കേസിലും ടാക്സബിൾ ആകുന്ന പെർക്വസിറ്റ്, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്വസിറ്റ്, പിന്നെ ടാക്സ് ഫ്രീ പെർക്വസിറ്റ്. ഓക്കെ, അപ്പോൾ പെർക്വസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കൈൻഡായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HRI ഉണ്ട്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. HRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് റെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാസവും എന്ത് ചെയ്യുന്നു, എമൗണ്ട് കൊടുക്കുന്നു, അതാണ് അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ പെർക്വസിറ്റിൽ ക്യാഷ് ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല, മിക്കതും കൈൻഡ് ആയിട്ടാണെന്ന് വെച്ചാൽ ആ റെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് പകരം എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഒരു വീട് എടുത്തിട്ട് അതിൽ എംപ്ലോയിനെ താമസിപ്പിക്കുന്നു, റെൻ്റൊന്നും മേടിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ആ എംപ്ലോയിക്ക് റെൻറ്റ് കൊടുക്കാതെ ഒരു താമസ സൗകര്യം കിട്ടുന്നുണ്ട്, അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എംപ്ലോയർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അതെന്താകും, എംപ്ലോയിൻ്റെ സാലറിൻ്റെ കൂടെ ടാക്സബിൾ ആകും. ഇനി നെക്സ്റ്റ് വൺ പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ഫണ്ട് ഈസ് ഗിവൺ ടു ദ എംപ്ലോയി ഓൺ ദ റിട്ടയർമെൻറ്റ്. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് കൂടുതലും ഈ PF പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് ഇതാക്കുക. അപ്പോൾ നമ്മൾ ജോലി സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അടക്കും, റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് കിട്ടും. അങ്ങനെയാണ് പതിവ്. പ്രൊവിഡൻറ്റ് ഫണ്ട് 4 ടൈപ്പ് ഉണ്ട്. ഒന്നായാലും ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റുട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിലും സാലറിയിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ടെർമിനേഷൻ. ഒരു എംപ്ലോയി ടെർമിനേറ്റ് ചെയ്യാണ്, ജോലിയിൽ നിന്ന് പോവുകയാണ്, പിരിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ സ്വമേധയെ പോകുമ്പോൾ ഒരു എംപ്ലോയർ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെട്ടതാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സാലറി. എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഓർ ഫോമർ എംപ്ലോയർ. പിന്നെ അതേപോലെ എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും ഒഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെടും. ദെൻ എനി എമൗണ്ട് റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇപ്പോൾ ചില നല്ല എംപ്ലോയീസ് ഉണ്ടാകും, ആ എംപ്ലോയീസ് പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാണ് സംഭവിക്കുക. അപ്പം അങ്ങനെയുള്ള എംപ്ലോയീസ് പോയി കഴിഞ്ഞാൽ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്യുന്നതാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അങ്ങനെ കീമാൻ ഇൻഷുറൻസ് പോളിസി വഴി എന്തെങ്കിലും എമൗണ്ട് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെട്ടതാണ്, അതിന് ടാക്സബിൾ ആകും. നെക്സ്റ്റ് എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ ബിഫോർ ജോയിനിങ് എനി എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതിന് ശേഷം എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. വെൻ ആൻ എംപ്ലോയി റിട്ടയർ ഫ്രം സർവീസ് ഹി ഓർ ഷീ ഗെറ്റ്സ് ദ ഫോളോയിങ് എമൗണ്ട്. അപ്പോൾ ഒരു എംപ്ലോയി ജോലിയിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ ആ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും, അതേപോലെ പെൻഷൻ ഓർ കമ്മ്യൂട്ടഡ് പെൻഷൻ, ഏൺഡ് ലീവ് സാലറി, റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഓൺ വളണ്ടറി റിട്ടയർമെൻറ്റ്, ഇതൊക്കെ കിട്ടും. ഇതൊക്കെ സാലറിയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, സാലറി കിട്ടുക. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. ബേസിക് സാലറി, അതേപോലെ അരിയർ സാലറി, അഡ്വാൻസ് സാലറി, അലവൻസ്, പെർക്വസിറ്റ്, കമ്മീഷന്, ബോണസ്, ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് സാലറിയാണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ഗ്രോസ് സാലറി കിട്ടുക. അങ്ങനെ ഇതെല്ലതും കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ സാലറി അഥവാ ഗ്രോസ് സാലറി കിട്ടി. ഈ ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഐറ്റമാണ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സെക്ഷൻ 16 പ്രകാരം. അതിലൊന്നാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എല്ലാം കൂടി കൂട്ടും, എന്നിട്ട് അതിൽ 50,000 രൂപ കുറയ്ക്കാം. ഓക്കെ, ഫ്ലാറ്റായിട്ട് 50,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. പിന്നെ അതേപോലെ എൻ്റർടൈൻമെൻറ്റ് അലവൻസും കുറക്കാൻ പറ്റും. പക്ഷെ അത് ആർക്ക് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ? ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതും എത്രയാണോ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയത്, അല്ലെങ്കിൽ 5,000 പെർ ആനം, ഒരു വർഷത്തിൽ 5,000, അല്ലെങ്കിൽ ബേസിക് സാലറിയുടെ 20%. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ ആ എമൗണ്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മൊത്തം സാലറി കൂട്ടിയതിന് ശേഷം അതിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം നമ്മൾ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷനിൽ ഈ ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ എമൗണ്ട് അത് കുറയ്ക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ആദ്യം സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഒക്കെ കൂടി എല്ലാ സാലറിയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. അതിൽ നിന്ന് പിന്നെ 3 ഐറ്റം ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് സാലറി ഡിഡക്ഷൻ, രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, മൂന്നാമത്തത് എംപ്ലോയ്മെൻറ്റ് ഓർ പ്രൊഫഷണൽ ടാക്സ്, പഞ്ചായത്തിലേക്ക് അടക്കുന്ന ടാക്സ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള എമൗണ്ടാണ് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിനകത്തിൽ വരിക. സാലറി എന്ന ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ സാലറിയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബേസിക് സാലറി ഐറ്റംസ്, അല്ലെങ്കിൽ ബേസിക് ഐറ്റംസ്. അതിൽ പെട്ടതാണ് ബേസിക് സാലറി, അരിയർ സാലറി, അഡ്വാൻസ് സാലറി, അതേപോലെ ബോണസ്, കമ്മീഷന്, പിന്നെ എന്തെങ്കിലും ഫീസ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെ ബേസിക് സാലറിയോ കമ്മീഷനോ ഫീസോ ബോണസൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്, അത് സാലറിയുടെ കൂടെ ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഐറ്റമാണ് അലവൻസ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അലവൻസ് നോക്കാം. അലവൻസ് ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും ഒന്നും കൂടി പറയാം. അലവൻസ് ഈസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് റെഗുലർലി. അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി, അത് റെഗുലറായിട്ട് എംപ്ലോയിക്ക് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ അഡീഷൻ ടു ദ ബേസിക് സാലറി. ബേസിക് സാലറിക്ക് പുറമെ റെഗുലറായിട്ട് ഒരു എമൗണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് എംപ്ലോയി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു മീറ്റ് സം പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ എക്സ്പെൻസ്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ഒഫീഷ്യൽ എക്സ്പെൻസോ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പെൻസോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് സാലറിക്ക് പുറമെ അഡീഷനായിട്ട് ഒരു എംപ്ലോയർ റെഗുലറായിട്ട് ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ഒഫീഷ്യൽ എക്സ്പെൻസോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിയുടെ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്നതാണ് മെഡിക്കൽ അലവൻസ്. ഇനി ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ ട്രാവലിംഗ് അലവൻസ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറിക്ക് പുറമേ കൊടുക്കുന്നതാണ് അലവൻസ് എന്നുള്ളത്. അപ്പോൾ ഈ അലവൻസ് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അന്ന് ഫുള്ളി ടാക്സിബിൾ അലവൻസ്, സെക്കൻഡ് വൺ അലവൻസ് എക്സംപ്റ്റ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെ എക്സംഷനാണ്, ബാക്കിയുള്ള എമൗണ്ട് ടാക്സിബിൾ ആകും. ദെൻ മൂന്നാമത്തത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അപ്പോൾ ഫുള്ളി ടാക്സിബിൾ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുള്ളി ടാക്സിബിൾ അലവൻസ് എന്ന് പറഞ്ഞു തരുന്ന അലവൻസ് എല്ലാം ഫുള്ളി ടാക്സിബിൾ ആണ്, അത് സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ അലവൻസ് എക്സംപ്റ്റ് ചെയ്യാൻ സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ എക്സംഷൻ കിട്ടും, ബാക്കിയുള്ള എമൗണ്ട് ടാക്സിബിൾ ആകും. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയുമ്പോൾ അതിന് ടാക്സേ കൊടുക്കേണ്ട ആവശ്യമില്ല, സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഫുള്ളി ടാക്സിബിൾ അലവൻസ് പഠിക്കാം. ഫസ്റ്റ് വൺ ഡിയർനെസ് അലവൻസ്, ദെൻ ഡിയർനെസ് പേ, ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സർവൻ്റ് അലവൻസ്, ദെൻ നോൺ പ്രാക്ടീസിങ് അലവൻസ്, പിന്നെ വരുന്ന വാർഡൻ അലവൻസ്, ഇൻ്ററിം അലവൻസ്, പ്രൊജക്റ്റ് അലവൻസ്, ഓവർ ടൈം അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതർ അലവൻസ്. അപ്പോൾ ഈ മെഡിക്കൽ അലവൻസ് ഒന്ന് നോക്കി വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു 12 ഈ പേരിൽ ഇതും അല്ലാതെ വേറെയും കുറേ അലവൻസ് വരുന്നുണ്ട് കേട്ടോ, ഫുള്ളി ടാക്സിബിൾ, ഡോഗ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേര് തന്നിട്ട്, ഇങ്ങനെയുള്ള പേര് തന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ അലവൻസ് ഉണ്ട് എങ്കിൽ അതൊന്നും നോക്കണ്ട, നേരിട്ടിട്ട് ബേസിക് സാലറി ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ എന്ത് ചെയ്യാണ്ട് കൂട്ടാം. ഓക്കെ, അതൊക്കെ ഫുള്ളി ടാക്സിബിൾ ആണ്, ഗ്രോസ് സാലറിയിൽ പെടുന്നതാണ്.
ഓക്കെ, അപ്പോൾ അതിലൊരു നോ ഡൗട്ട് ഇത് എത്രയാണോ ക്വസ്റ്റിൽ തന്ന എമൗണ്ട് അതൊക്കെ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തത് അപ്പോൾ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിയർനെസ് അലവൻസ് നോക്കാം. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അലവൻസ് ഗിവൺ ഇൻ ഓർഡർ ടു മീറ്റ് ദ ഇൻക്രീസിങ് എക്സ്പെൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻക്രീസിങ് ഇൻ പ്രൈസസ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ വർഷവും മണിയുടെ വാല്യൂ കുറയാണ്, ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, മണി വാല്യൂ കുറയും, ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്നതാണ് ഡിയർനെസ് അലവൻസ്. അപ്പോൾ ഡിയർനെസ് അലവൻസ് 2 ടൈപ്പാണ്. ഒന്ന് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതേപോലെ DA നോട്ട് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ചില പർപ്പസിൽ നമ്മൾ DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റും ചില സമയങ്ങളിൽ DA നോട്ട് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ അത് വരുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന അലവൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ DA ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റും നോട്ട് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ ആണ് പാർട്ട്ലി ടാക്സബിൾ അലവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ലി ടാക്സബിൾ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ ടാക്സബിൾ ആകും, ബാക്കിയുള്ള എമൗണ്ട് എക്സംഷൻ കിട്ടും. ഓക്കെ, അതിൽ ഒന്നാമത്താണ് ഹൗസ് റെൻ്റ് അലവൻസ്, രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ദെൻ മൂന്നാമത്തത് സ്പെഷ്യൽ അലവൻസ്. സ്പെഷ്യൽ അലവൻസിൽ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് സർട്ടൻ എക്സ്പെൻഡിച്ചർ, സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കണ്ടീഷൻസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തതാണ് പാർട്ട്ലി ടാക്സബിൾ അലവൻസിൽ ഒന്നാമതാണ് ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA. HRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ റെൻറ്റ് കൊടുക്കുന്ന ഒരു എംപ്ലോയി റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെൻ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസാണ് HRA, ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പോൾ HRA എന്ന് പറയുമ്പോൾ നമുക്ക് HRA കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സർട്ടൈൻ എക്സ്റ്റെൻറ്റ് വരുന്നുണ്ട്, ലിമിറ്റ് ഉണ്ട്. HRA ഈസ് എക്സെപ്റ്റ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് അറ്റ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് HRA കിട്ടി, അതിൽ നിന്ന് ഏറ്റവും കുറവ് ഏതാണോ, താഴെ പറയുന്ന 3 സംഖ്യയുണ്ട്, അതിൽ ഏറ്റവും കുറവ് ഏതാണോ അത് ആക്ച്വൽ HRAയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ HR റിസീവ്ഡ്, എത്രയാണോ HRA കിട്ടിയിട്ടുള്ളത്. ദെൻ റെൻറ്റ് പെയ്ഡ്, ഒരു HRA കിട്ടിയ എംപ്ലോയി പുറത്ത് താമസിക്കുകയാണല്ലോ, റെൻറ്റിന് താമസിക്കുകയാണ്, ആ റെൻറ്റ് എത്രയാണോ കൊടുത്തത് അതാണ് റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞത്. എംപ്ലോയി കൊടുത്ത റെൻറ്റ് മൈനസ് എംപ്ലോയിയുടെ സാലറിയുടെ 10% കുറയ്ക്കുക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% സാലറി. ഇനി ഈ എംപ്ലോയി താമസിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ ലൈക്ക് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. അപ്പോൾ ഈ 4 സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ 50% കാണാം. ഇനി ഈ 4 അല്ലാത്ത വേറെ ഏതെങ്കിലും സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ 40%. അപ്പോൾ ഇങ്ങനെ ഈ 3 സംഖ്യകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3 സംഖ്യ കിട്ടി. ഒന്ന് ആക്ച്വൽ HRA, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% സാലറി, മൂന്നാമത്തത് 50 അല്ലെങ്കിൽ 40% സാലറിയുടേത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വൽ HRAയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 10% ഓഫ് സാലറി, അതേപോലെ 50% ഓഫ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് പേ പ്ലസ് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് DP പ്ലസ് കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, HRA ഈസ് അക്സെപ്റ്റഡ് ഓൺലി ഇഫ് റെൻറ്റ് പെയ്ഡ് ബൈ ദി അസസി. റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ HRA എക്സെംഷൻ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ റെൻറ്റ് പേ ചെയ്യാത്ത ഒരു എംപ്ലോയി സ്വന്തം വീട്ടിൽ താമസിക്കുകയാണ്, എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് HRA കിട്ടുന്നുണ്ട് എങ്കിൽ ആ എംപ്ലോയിക്ക് കിട്ടിയ HRA ടാക്സബിൾ ആകും, ഫുള്ളി ടാക്സബിൾ ആകും. അവിടെ പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ എക്സെപ്റ്റഡ് ലിമിറ്റും ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ റെൻറ്റ് കൊടുക്കുന്നില്ല, സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ HRA കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആകും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇനി HRAയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ദാസ് കേരള ഈസ് എംപ്ലോയിഡ് ഇൻ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. ഹി റിസൈഡ് ഇൻ ഹൗസ് പേയിങ് റെൻറ്റ് ഓഫ് ₹3,000 പെർ മന്ത്.
അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, 3000 രൂപയാണ് ഒരു മാസം റെൻ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മിസ്റ്റർ ദാസിൻ്റെ ബേസിക് പേ 15000, ഡിയർനെസ് അലവൻസ് 5000 പെർ മന്ത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗിവൺ ആൻഡ് ദി ടൈംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്മീഷൻ അറ്റ് 2% ഓൺ ടേൺ ഓവർ. ടേൺ ഓവറിൻ്റെ 2%. അപ്പോൾ ടേൺ ഓവർ എത്രയാണ് ഇവിടെ? 5 lakh ആണ്, അതിൻ്റെ 2%. HR റിസീവ് ചെയ്തിട്ടുള്ളത് 4000 പെർ മന്താണ്. ഓക്കെ, നമ്മളോട് ടാക്സബിൾ HR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ആക്ച്വൽ HR എത്രയാണ് കിട്ടിയത്? 4000 രൂപ വെച്ചിട്ട് ഒരു മാസത്തേക്കാണെങ്കിൽ ഒരു വർഷത്തേക്ക് 48000 രൂപ ആക്ച്വൽ HR കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കുറയ്ക്കാം. അപ്പോൾ അതിലൊന്ന് ആക്ച്വൽ HR റിസീവ്ഡ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ദെൻ രണ്ടാമത്തത് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അപ്പോൾ റെൻറ്റ് പെയ്ഡ് എത്രയാണ്? ഒരു മാസത്തിലാണ് റെൻറ്റ് പേ ചെയ്തിട്ടുള്ളത്? 3000 പെർ മന്താണ് റെൻറ്റ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3000 ഒരു വർഷത്തേക്കാകുമ്പോൾ 36000 മൈനസ് 10% ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വരും? ബേസിക് പേ വരും, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അത് ഉള്ളത് കൊണ്ട് അത് വരും. ദെൻ കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണ്, ടേൺ ഓവറിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് അതും വരും. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 1,80,000 പ്ലസ് 60,000 പ്ലസ് 10,000 കൂടുമ്പോൾ 2,50,000. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 25,000 ആണ്. അപ്പോൾ 36,000 നിന്ന് 25,000 കുറച്ച് കഴിഞ്ഞാൽ 11,000 ആണ് കിട്ടുക. റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇനി മൂന്നാമത്തത്, ഇതാൾ താമസിക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് സാലറിയുടെ 50%. സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാലറി 2,50,000 ആണ്, അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 1,25,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വൽ HR കിട്ടിയതിൽ നിന്ന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കുറക്കുന്നു. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്ങിൽ ഫസ്റ്റ് വൺ എന്താണ്? ആക്ച്വൽ HR റിസീവ്ഡ്. രണ്ടാമത്തത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. 50% ഓഫ് സാലറി. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 11,000 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം? എക്സംഷനാണ്. ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. സോ ടാക്സബിൾ എമൗണ്ട് 37,000. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് HR നിന്ന് തന്നെ നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. മിസ്റ്റർ മുഹമ്മദ് പേ റെൻറ്റ് ഓഫ് ₹4,000. ഓരോ മാസവും റെൻ്റായിട്ട് 4000 രൂപ മുഹമ്മദ് ഒരു എംപ്ലോയി ആണ്, താമസിക്കുന്ന റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഇൻ കണക്ഷൻ വിത്ത് ഹിസ് എംപ്ലോയ്മെൻറ്റ് അറ്റ് സേലം. ജോലി ചെയ്യുന്നത് ഏതാണ്? സേലത്താണ്. ഹിസ് ബേസിക് പേ തന്നിട്ടുണ്ട് 10,000 പെർ മന്ത്. DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് അല്ല, 3000 പെർ മന്താണ്. HR 2000 പെർ മന്ത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ടാക്സബിൾ HR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആക്ച്വൽ HR എത്ര കിട്ടുന്നത്? 2000 പെർ മന്താണ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 24,000 രൂപ കിട്ടി. ഇതിൽ നിന്ന് താഴെ പറയുന്ന 3 സംഖ്യകൾ കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും കുറവ് ഏതാണോ അത് കുറക്കാം. അപ്പോൾ ഒന്നാമത്തത് ആക്ച്വൽ HR റിസീവ്ഡ്, അത് 24,000 തന്നെയാണ്. അപ്പോൾ ആക്ച്വൽ HR കിട്ടിയത് നമ്മളവിടെ എഴുതി വെച്ചു 24,000. രണ്ടാമത്തത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻറ്റ് എത്രയാണ് പേ ചെയ്തിട്ടുള്ളത്? 4,000 രൂപയാണ് ഒരു മാസം റെൻറ്റ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 48,000 മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DAയുടെ ഇതിൽ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ പ്ലസ് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അപ്പോൾ ഇവിടെ DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് DA സാലറി ആയിട്ട് HR പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സാലറി പർപ്പസിന് വേണ്ടി ഏത് മാത്രമേ എടുക്കുള്ളൂ? ബേസിക് പേ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 1,20,000 ആണ്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 12,000 ആണ്. അപ്പോൾ 48,000 നിന്ന് 12,000 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടി? 36,000 കിട്ടി. ഇനി ദെൻ സേലത്തായതുകൊണ്ട് സാലറിയുടെ 40% ആണ്. അപ്പോൾ 1,20,000 40% എന്ന് പറയുമ്പോൾ 48,000. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 24,000 തന്നെയാണ്. ആക്ച്വൽ HR റിസീവ്ഡ് തന്നെയാണ്. അപ്പോൾ ആക്ച്വൽ HR റിസീവ്ഡ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ ടാക്സബിൾ HR കിട്ടും 0. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മിസ്റ്റർ മാർട്ടിൻ ഇസ് എംപ്ലോയിഡ് ഇൻ കോട്ടയത്ത് ജോലി ചെയ്യുന്നു. ഇസ് ഇൻകം ആർ ആസ് ഫോളോസ്. ബേസിക് പേ 1,95,800. DA തന്നിട്ടുണ്ട്. HR CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ് CCA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ അലവൻസ് 12,000. കമ്പ്യൂട്ട് ഹിസ് സാലറി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2023-24. ഓക്കെ, അപ്പോൾ 23-24 ആക്കത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സാലറി എങ്ങനെയാണ് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുള്ളത്. അവിടെ നോക്കാം.
ബേസിക് സാലറി ബേസിക് പേ 1,95,800. അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യുക? DA ടാക്സിബിൾ അലവൻസ് ആണ്, DA ആഡ് ചെയ്തു. HRA എന്താണ്? ടാക്സിബിൾ അലവൻസ് ആണ്. ദെൻ CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 15,300. ദെൻ മെഡിക്കൽ അലവൻസ് 12,000. അപ്പോൾ HRA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയാണ് താമസിക്കുന്നത്, അതേപോലെ റെൻറ്റ്, എംപ്ലോയി എത്ര റെൻറ്റ് കൊടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എംപ്ലോയി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് റെൻ്റൊന്നും കൊടുക്കാത്തത്. അപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ HRA കിട്ടിയത് അത് ഫുള്ളി ടാക്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ HRA എക്സംഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ എംപ്ലോയി എന്തെങ്കിലും റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് സാലറി കിട്ടി 2,51,400. അപ്പോൾ ഇതാണ് ഗ്രോസ് സാലറി. ഓക്കെ, ക്ലിയർ ഇല്ലേ? എങ്ങനെയാണ് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക? HRA കാൽക്കുലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മിസ്റ്റർ നീന. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്സിസ് നീന ഓഫ് കൊച്ചി ഗെറ്റ്സ് 72,000 ബേസിക് സാലറി. പിന്നെ DA മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നല്ല. ദെൻ 7,000 ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ 6,000, ഡിയർനെസ് അലവൻസ് 7,000. ദെൻ 20,000 ഫിക്സ്ഡ് കമ്മീഷനാണ് 20,000. Then she also received 30,000 as HRA through she paid 36,000 റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ട് എക്സെപ്റ്റഡ്, HRA എക്സെപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഗവൺമെൻറ് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്നിട്ട് എഴുതുക. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ മാത്രം സാലറി എല്ലാം കൂടി കൂട്ടിയതിൻ്റെ ശേഷം ഡിഡക്റ്റ് ചെയ്യാം. ഗ്രോസ് സാലറിയിൽ നിന്ന് 3 ഐറ്റം ഡിഡക്റ്റ് ചെയ്യാം. അതിലൊന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, മൂന്നാമത്തത് പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ അതിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യാം. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡിഡക്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്, യഥാർത്ഥത്തിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ് ചെയ്തത് എത്രയാണ്? ദെൻ ബേസിക് സാലറിയുടെ 20%, അതേപോലെ 5,000 പെർ ആനം. ഇതിലേറ്റവും കുറവ് എമൗണ്ട് ഏതാണോ അത് സാലറിയിൽ നിന്ന്, ഗ്രോസ് സാലറിയിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കുറയ്ക്കാം. ആർക്കേ കുറയ്ക്കാൻ പറ്റുള്ളൂ? ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് മിസ്റ്റർ ദാസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണ്. ബേസിക് സാലറി 5 ലക്ഷം, DA 45,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,500 പെർ മന്ത്. കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ സാലറി എത്രയാണ്? ബേസിക് സാലറി 5 ലക്ഷം, DA 45,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,500 പെർ മന്താണ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 18,000. അപ്പോൾ ടോട്ടൽ ഗ്രോസ് സാലറി എത്ര കിട്ടി? 5,63,000. ഇതിൽ നിന്ന് 3 ഐറ്റം ലെസ് ചെയ്യാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് 50,000 രൂപ. എത്രയാണോ എത്ര സാലറി ആണെങ്കിലും നമുക്ക് 50,000 ഡിഡക്റ്റ് ചെയ്യാം മാക്സിമം. ദെൻ അതേപോലെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്ര കിട്ടിയത്? 18,000 രൂപ. ഓക്കെ, 1,500 പെർ മന്ത് ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 18,000 രൂപ. ദെൻ ബേസിക് സാലറിയുടെ 20%. ബേസിക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ ബേസിക് സാലറി 5 lakh ആണ്. ആ 5 lakhൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh. പിന്നെ 5,000 പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലിമിറ്റ് 5,000. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണ്? 5,000 ആണ്. അപ്പോൾ 5,000 ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രോസ് സാലറി ആയിട്ടുള്ള 5,63,000 നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എൻ്റർടൈൻമെൻറ്റ് അലവൻസും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം സാലറി കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഇതാണ്, മൂന്നാമത്തെ അലവൻസ് ആണ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസ് അതിൽ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
These are allowance are given to meet expense incurred in the performance of duties of his office. ഒരു എംപ്ലോയിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ അലവൻസ്. ദീസ് അലവൻസ് ആർ എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയർ. അപ്പോൾ ഇതിൽ എക്സംഷൻ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ എംപ്ലോയർ ആക്ച്വലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എംപ്ലോയിക്ക് എത്ര രൂപയാണോ ചിലവായത്, ഓക്കെ ശ്രദ്ധിക്കുക, എംപ്ലോയിക്ക് എത്ര രൂപയാണോ ചിലവായത് അത് എമൗണ്ട് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. ഇനി അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ്. ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻഫോർമേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ആ എമൗണ്ട്, തന്ന എമൗണ്ട് മുഴുവനും എന്ത് ചെയ്യുക, എക്സ്പെൻഡായിട്ട് ചിലവായിട്ട് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 6 അലവൻസ് തന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഈ 6 അലവൻസിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. ആ അലവൻസിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം, എംപ്ലോയിക്ക് എത്രയാണോ ചിലവായത് അത് കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞിട്ട് 2000 രൂപ ഒരു എംപ്ലോയർ തന്നു. എംപ്ലോയിക്ക് യൂണിഫോം അടിക്കാൻ വേണ്ടിയിട്ട് ചിലവായത് ആകെ എത്ര രൂപയാണ്, 1000 രൂപയാണെങ്കിൽ 1000 കുറച്ച് ബാക്കി 1000 ടാക്സബിൾ ആവുള്ളൂ. ഇനി ആ എംപ്ലോയിക്ക് 2000 ചിലവായി എങ്കിൽ 2000 ചെയ്യാൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എംപ്ലോയർ എത്രയാണോ ഈ അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് അതിൽ നിന്ന് എംപ്ലോയിക്ക് എത്ര ചിലവായി അത് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 6 അലവൻസ് ഓർത്ത് വെക്കുക. ഈ 6 അലവൻസ് എന്താണ്, ഈ 6 അലവൻസിൻ്റെ പേരിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലവായ എമൗണ്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും, ചിലവാവാത്തത് ടാക്സബിൾ ആകും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഏതൊക്കെയാണ് 6 അലവൻസ്? ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി, ഹെൽപ്പർ, അക്കാഡമിക്, യൂണിഫോം അലവൻസ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ്. ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ്. അതിൽ ഉള്ള ഫസ്റ്റ് വൺ ആണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഈസ് എക്സംപ്റ്റ് ₹100 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഒരു എംപ്ലോയിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ 100 രൂപ ഒരു മാസത്തേക്ക്, അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയായി, 1200. അപ്പോൾ മാക്സിമം 2 കുട്ടിക്കാണ് എക്സംഷൻ കിട്ടുക. അപ്പോൾ മാക്സിമം 2 ചിൽഡ്രൻ, അങ്ങനെയാണെങ്കിൽ 2400. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് ഒരു എംപ്ലോയർ 5000 രൂപ എംപ്ലോയിക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ എംപ്ലോയിക്കാണെങ്കിൽ 2 കുട്ടികളാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 100 രൂപ, അപ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2400 രൂപ എന്താക്കാം, എക്സംഷൻ കിട്ടും, ബാക്കി 2600 എന്താകും, ടാക്സബിൾ ആകും. ഇനി ഒരു കുട്ടിയുള്ളൂ എങ്കിൽ ഒരു കുട്ടിക്ക് ഒരു മാസത്തേക്ക് 100 രൂപ, അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 1200 രൂപ, ഒരു കുട്ടിയാകുമ്പോൾ 1200 രൂപ കുറയ്ക്കാം. ഇനി 3 കുട്ടികളാണെന്നുണ്ടെങ്കിൽ എത്ര കുറയ്ക്കുക, 2400 കുറയ്ക്കാൻ പറ്റുള്ളൂ. മാക്സിമം 2 കുട്ടികൾക്ക് വരെ എന്ത് കിട്ടുള്ളൂ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. അത് ഇതേപോലെ തന്നെയാണ്, 100ന് പകരം എത്രയാണ്, 300 രൂപ ഒരു മാസത്തേക്ക് ഒരു കുട്ടിക്ക്, മാക്സിമം എത്ര, 2 ചിൽഡ്രൻ വരെ ആ എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞിട്ട് 10000 രൂപ എംപ്ലോയർ തന്നു. അപ്പോൾ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് 10000 തന്നു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് അതിൽ നിന്ന് എത്ര കുറയ്ക്കാം, ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 300 രൂപ പെർ മന്ത് വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 3600 രൂപ കുറയ്ക്കാം, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. 2 കുട്ടിയാണെന്നുണ്ടെങ്കിൽ 7200 കുറയ്ക്കാം. 3 കുട്ടികളാണെന്നുണ്ടെങ്കിലും 7200 കുറയ്ക്കാൻ പറ്റുള്ളൂ, കാരണം മാക്സിമം 2 ചിൽഡ്രനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് അലവൻസ്. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ടു മീറ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ഫോർ ദി പർപ്പസ് ഓഫ്
കമ്മ്യൂട്ടിങ് ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻസ് ആൻഡ് പ്ലേസ് ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ജോലി സ്ഥലത്തിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ച് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് ആർക്ക് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ? ബ്ലൈൻഡ്, ഡഫ്, ഡംബ്, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളത് കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, ഇവർക്കാണ് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. അത് ഒരു മാസം 3200 രൂപ എക്സംഷൻ കിട്ടും. അപ്പോൾ 3200 പെർ മന്ത് എക്സംഷൻ കിട്ടും. എക്സെപ്ഷൻ ആർക്കേ കിട്ടുള്ളൂ? ട്രാൻസ്പോർട്ട് അലവൻസ് ബ്ലൈൻഡ്, ഡഫ്, ഡംബ്, ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അണ്ടർഗ്രൗണ്ട് അലവൻസ് എക്സെപ്റ്റഡ് അപ് ടു 800 പെർ മന്ത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 പെർ മന്ത് ആണ്. അപ്പോൾ അത് അപ് ടു 800 ആണ്. എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് താഴോട്ട് പോകുന്തോറും അലവൻസിൻ്റെ എമൗണ്ട് കൂടി വരും. നെക്സ്റ്റ് വൺ അലവൻസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർക്ക് എങ്ങനെയാണ്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 10000 രൂപ പെർ മന്ത് അല്ലെങ്കിൽ ആ കിട്ടിയ അലവൻസിൻ്റെ 70% ഇതിൽ ഏതാണോ കുറവ് അത് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ബസ് സർവീസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് ഒരു എക്സംഷൻ കിട്ടും. എക്സംഷൻ എത്ര കിട്ടുക? 10000 രൂപ പെർ മന്ത് അല്ലെങ്കിൽ എത്രയാണോ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടിയത് അതിൻ്റെ 70%. ഇതിൽ ഏതാണോ കുറവ് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് ആ എമൗണ്ട് എന്ത് ചെയ്യാം? എക്സംഷൻ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് ആണ്. ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പറഞ്ഞു തരുന്ന അലവൻസ് അല്ലെങ്കിൽ ഇത്തരം അലവൻസ് അത് സാലറിൻ്റെ കൂടെ ടാക്സബിൾ ആവില്ല, അത് എടുക്കേ വേണ്ട. അതിൽ ഒന്നാമതാണ് ഫോറിൻ അലവൻസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയി ബൈ ദി ഗവൺമെൻറ് ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ എൻ്ററിങ് സർവീസ് അബ്രോഡ്. ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന അലവൻസ് ഫോറിൻ അലവൻസ്. ഫോർ എക്സാമ്പിൾ ഈ എംബസിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അലവൻസ് കൊടുക്കുന്നുണ്ട്. ആ അലവൻസ് എക്സംഷനാണ്, എക്സെപ്റ്റഡ് ആണ്. രണ്ടാമത്തത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജിന് കൊടുക്കുന്ന അലവൻസ്. നെക്സ്റ്റ് വൺ അലവൻസ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഓഫ് UNO ഫ്രം UNO. അപ്പോൾ UNOയുടെ എംപ്ലോയീസിന് എന്തെങ്കിലും UNOയിൽ നിന്ന് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എക്സംഷനാണ്. അപ്പോൾ ഈ ഒരു 3 അലവൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിനൊക്കെ ചോദിക്കും ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് അണ്ടർ ദി ഹെഡ് ഓഫ് സാലറി എന്നൊക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യന് എല്ലാ അലവൻസും ഒക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. മിസ്റ്റർ ജോസഫ് ജോയിൻഡ് സ്റ്റാർ ലിമിറ്റഡ് 1/4/2022. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാലറി ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ബേസിക് സാലറി 5000 പെർ മന്ത്, DA 2000 പെർ മന്ത് ആണ്. അതിൽ 50% കൺസിഡർ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നത് തന്നെയാണ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതിൽ പകുതി അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, പകുതി നോട്ട് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ അലവൻസ് 1000 പെർ മന്ത് ആണ്. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളാണുള്ളത്. പിന്നെ ഹോസ്റ്റൽ അലവൻസ് 2000 പെർ മന്ത് കിട്ടുന്നുണ്ട്. മെഡിക്കൽ അലവൻസ് 1000 പെർ മന്ത് കിട്ടുന്നുണ്ട്. മൊത്തം മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ചിലവായിട്ടുള്ളത് 3000 രൂപയാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് 1800 പെർ മന്ത്. ഓക്കെ, ദെൻ സർവൻ്റ് അലവൻസ് 1000 പെർ മന്ത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 2000 പെർ മന്ത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1000 പെർ മന്ത്. അസിസ്റ്റൻസ് അലവൻസ് 3000 പെർ മന്ത്. പെയ്ഡ് ടു അസിസ്റ്റൻസിന് 2000 ആണ് പേ ചെയ്തിട്ടുള്ളത്. ദെൻ ബോണസ് 24000, കമ്മീഷൻ 9000, ഫീസ് 5000. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ബേസിക് സാലറി ഫുള്ളി ടാക്സബിൾ ആണ്, DA ഫുള്ളി ടാക്സബിൾ ആണ്, ബോണസ് ഫുള്ളി ടാക്സബിൾ ആണ്, കമ്മീഷൻ, ഫീസ്. ഓക്കെ, അതേപോലെ മെഡിക്കൽ അലവൻസ് ഇവിടെ എത്ര ചിലവായിട്ടുണ്ട് എന്നുള്ളതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് എഴുതി. ഇവിടെ ബേസിക് സാലറി, ബോണസ്, കമ്മീഷന്, ഫീസ്, DA. ഓക്കെ, അതേപോലെ മെഡിക്കൽ അലവൻസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക എഡ്യൂക്കേഷൻ അലവൻസ്. എഡ്യൂക്കേഷൻ അലവൻസ് 1000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 12000 രൂപ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 12000 രൂപ കിട്ടിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട്. അതിൽ നിന്ന് 2 കുട്ടിക്കാണ് എക്സംഷൻ ടാക്സ്. ആക്ച്വലി 4 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും
3 പെൺകുട്ടികളുണ്ട്. അങ്ങനെ 4 കുട്ടികളാണ്. 10,000 രൂപ 1000 രൂപ പെർ മന്ത് വെച്ചിട്ട് അങ്ങനെ ഒരു വർഷത്തേക്ക് 12,000 രൂപ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എക്സംഷൻ എമൗണ്ട് എത്ര കിട്ടുക? എക്സംഷൻ എത്രയാണ് കുറയ്ക്കാൻ പറ്റുക? 100 രൂപ ഒരു കുട്ടിക്ക് വെച്ചിട്ട് മാക്സിമം 2 കുട്ടി. അപ്പോൾ 100 × 12 അല്ലേ, ഒരു വർഷത്തേക്കാകുമ്പോൾ മാക്സിമം എത്ര? 2 കുട്ടിക്ക്. അപ്പോൾ 12,000-ൽ നിന്ന് 2,400 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 9,600 ടാക്സബിൾ ആകും. അപ്പോൾ അത് സാലറിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഹോസ്റ്റൽ അലവൻസ് എത്രയാണ്? ഹോസ്റ്റൽ അലവൻസ് ക്വസ്റ്റ്യനിൽ നോക്കുക, 2,000 പെർ മന്ത് ആണ്. 2,000 പെർ മന്ത് ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 24,000. എത്ര കുട്ടികളാണുള്ളത്? 4 കുട്ടികളാണുള്ളത്. പക്ഷേ 2 കുട്ടികൾക്ക് എക്സെപ്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ അലവൻസ് 24,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര എക്സെപ്ഷൻ കിട്ടും? 300 രൂപ വെച്ചിട്ടാണ് എക്സെപ്ഷൻ കിട്ടുക. ഒരു കുട്ടിക്ക് 300 രൂപ ഒരു മാസത്തേക്ക്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 3,600. 2 കുട്ടികളുള്ളത് കൊണ്ട് 7,200. അപ്പോൾ 24,000-ൽ നിന്ന് 7,200 കുറച്ച് കഴിഞ്ഞാൽ 16,800 കിട്ടി. മെഡിക്കൽ അലവൻസ് ഞാൻ പറഞ്ഞു ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഇവിടെ നോക്കി, മെഡിക്കൽ അലവൻസ് 1000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 12,000. എത്ര ചിലവായതൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്, ആ കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് അലവൻസ് ഇവിടെ നോക്കുക ക്വസ്റ്റ്യനിൽ. ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 രൂപ പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് എത്ര വരും? 1,800 × 12 21,600. എക്സംഷൻ ഉണ്ടോ? എക്സംഷൻ ഇല്ല. ട്രാൻസ്പോർട്ട് അലവൻസ് ബ്ലൈൻഡ്, ഡെഫ്, ഡംബ്, ഹാൻഡിക്യാപ്ഡ് ഇവർക്ക് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അത് ഫുള്ളി ടാക്സബിൾ ആണ് ട്രാൻസ്പോർട്ട് അലവൻസ്. സർവൻ്റ് അലവൻസ് 1,000 പെർ മന്ത് ആണ്. അത് ഫുള്ളി ടാക്സബിൾ ആണ്. 1,000 പെർ മന്ത്, അപ്പോൾ ഒരു വർഷത്തേക്ക് 12,000. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. 2,000 പെർ മന്ത് ആകുമ്പോൾ 24,000. ഓക്കെ, സർവൻ്റ് അലവൻസ് 12,000, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 24,000. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്രയാണ്? 12,000 ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അപ്പോൾ 12,000 എങ്ങനെ കിട്ടി? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 12,000. നെക്സ്റ്റ് അസിസ്റ്റൻസ് അലവൻസ് 3,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 36,000 കിട്ടിയിട്ടുണ്ട്. ബട്ട് പെയ്ഡ് ടു അസിസ്റ്റൻ്റ് അലവൻസ്, ഹെൽപ്പർ അലവൻസ് തന്നെയാണ് ഈ അസിസ്റ്റൻ്റ് അലവൻസ്. അത് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 6 അലവൻസ് പറഞ്ഞില്ലേ, അതിലൊന്നാണ് അസിസ്റ്റൻ്റ് അലവൻസ് ഓർ ഹെൽപ്പർ അലവൻസ്. 36,000 രൂപ കിട്ടിയിട്ടുണ്ട് 3,000 വെച്ചിട്ട് ഒരു മാസം. 36,000 ആണ്. പക്ഷേ ഹെൽപ്പർ എത്ര കൊടുത്തു? എത്ര സ്പെൻഡ് ആയത്? എത്രയാണ്? 2,000 പെർ മന്ത്, അഥവാ 24,000. അപ്പോൾ ബാക്കി എമൗണ്ട് എത്ര വരുന്നത്? ബാക്കി എമൗണ്ട് 12,000 വരുന്നുണ്ട്. ഹെൽപ്പർ അസിസ്റ്റൻസ് അലവൻസ് കിട്ടിയത് 36,000, ചിലവായത് 24,000. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 12,000. അത് ടാക്സബിൾ ആകും. അപ്പോൾ എല്ലാതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് ടാക്സബിൾ സാലറി 2,42,000 രൂപ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാലറിയിൽ പ്രോബ്ലം ചെയ്യാം. ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ഇതിൽ നമുക്ക്. അപ്പോൾ അത് മുന്നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.